ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവനായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്താനായിട്ട് ഒരു ശ്രമം നടത്തുകയും മാക്രോൺ അത് പറ്റില്ല എന്ന് പറഞ്ഞ് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തതായിട്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ മൂന്നാമത്തെ ഓഷൻ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രാൻസിൽ പോകുന്ന സമയത്ത് ഒന്ന് മാക്രോണെ കൂടി കാണാൻ പറ്റുമോ എന്നായിരുന്നു മുഹമ്മദ് യൂനിസ് ശ്രമിച്ചു നോക്കിയത്. അപ്പോൾ ഇപ്പോൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാക്രോൺ കാണാൻ പറ്റില്ല, തനിക്ക് അതിനുള്ള സമയം ലഭിക്കില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ ബംഗ്ലാദേശിന്റെ ഇടക്കാല സർക്കാരിന്റെ തലവൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഈ ഒരു UN പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രാൻസിൽ പോകുന്നത് പോലും ചിലപ്പോൾ റദ്ദാക്കിയേക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് ഈ ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി മണക്കുന്നുണ്ട്. കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ് ഒരു അട്ടിമറി സാധ്യത. പലപ്പോഴായിട്ട് ബംഗ്ലാദേശിന്റെ മിലിറ്ററി ഭരണകൂടത്തെ വാൺ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ പ്രോസസ്സ് നീട്ടിക്കൊണ്ടു പോകരുത്, എത്രയും പെട്ടെന്ന് ഇലക്ഷൻ നടത്താനുള്ള തീരുമാനമെടുക്കണമെന്ന്. പക്ഷേ എന്തോ പല കാരണങ്ങളാൽ, അത് ഒരുപക്ഷെ അധികാരമോഹമായിരിക്കാം, അല്ലെങ്കിൽ മുഹമ്മദ് യൂനിസിനെ നിയമിച്ചവരുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കാം, ഇലക്ഷൻ വൈകിപ്പിക്കുകയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കാരണം അവാമി ലീഗിനെ ഇപ്പോൾ അവിടെ നിരോധിച്ചിരിക്കുക കൂടിയാണ്. അതിന് പുറമെ BNP എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുണ്ട്. ആ പൊളിറ്റിക്കൽ പാർട്ടിയും ഇപ്പോൾ ശക്തമായ പ്രതികരണങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നേരത്തെ മുഹമ്മദ് യൂനിസിനെ സപ്പോർട്ട് ചെയ്തിരുന്നവരാണ്. കാരണം അവാമി ലീഗിന്റെ പ്രധാന ശത്രുവാണ് ഈ BNP എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ BNP പോലും മുഹമ്മദ് യൂനിസ് ഇങ്ങനെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തിയ ആളൊന്നുമല്ല. അയാൾ ഇങ്ങനെ കടിച്ചു തൂങ്ങി ഈ ഒരു അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നത് എങ്ങനെ ശരിയാകും, രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോളിസികളിൽ അല്ലെങ്കിൽ അത്തരം സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമെടുക്കാൻ മുഹമ്മദ് യൂനിസ് ആരാണ്, അയാളെ ആരാണ് ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യം ബംഗ്ലാദേശിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് BNPയിൽ നിന്ന് വരുന്നതിൽ അസ്വാഭാവികതയുണ്ട്. കാരണം BNP അങ്ങനെ ചോദിക്കേണ്ടതല്ല. ഇന്ത്യയോടുള്ള സമീപനത്തിലും അടുത്ത കാലത്തായിട്ട് BNP ഒന്ന് മയപ്പെട്ടിട്ടുണ്ട്, ഒരു മൃദു സമീപനം സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ പിന്നാമ്പുറത്ത് നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അത് എന്താണെങ്കിലും വൈകാതെ വെളിച്ചത്ത് വരും. അപ്പോൾ ഇവിടെ ഈ മുഹമ്മദ് യൂനിസ് ഇങ്ങനെ അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ മിലിറ്ററി താൽക്കാലികമായിട്ട് അധികാരം ഏറ്റെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ മിലിറ്ററി ചീഫ് തുറന്നു പറഞ്ഞിട്ടുണ്ട്, എനിക്കങ്ങനെ രാഷ്ട്രീയമായ അധികാരമോഹങ്ങളൊന്നുമില്ല, രാജ്യം നന്നായിട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അവാമി ലീഗിന്റെയും BNPയുടെയും ഒരു പിന്തുണ ഉണ്ടെങ്കിൽ ബംഗ്ലാദേശിന്റെ മിലിറ്ററി ചീഫിന് ഇദ്ദേഹത്തെ പുറത്താക്കാനൊക്കെ സാധിക്കും, അതിനുള്ള ശക്തി അദ്ദേഹത്തിനുണ്ട്. പക്ഷെ അദ്ദേഹം അത് ചെയ്യുമോ എന്നുള്ളത് കണ്ടറിയണം. അതിനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. കാരണം വളരെ മോശമായിരിക്കുകയാണ് മിലിറ്ററിയും ഈ മുഹമ്മദ് യൂനിസ് ഇടക്കാല സർക്കാരും തമ്മിലുള്ള ബന്ധം. മുഹമ്മദ് യൂനിസ് ഈ ഇലക്ഷന്റെ കാര്യം മിണ്ടുന്നേയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ കുറെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. ജനാധിപത്യ രാജ്യമാണ് എന്തൊക്കെ പറഞ്ഞാലും ബംഗ്ലാദേശ്. അപ്പോൾ ആ രാജ്യത്തെ ജനാധിപത്യത്തിന് മേൽ കത്തി വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ജനാധിപത്യമൊക്കെ കോമഡിയാണ്. കാരണം ഈ അമേരിക്കൻസും യൂറോപ്യൻസും ഒക്കെ സൗകര്യപൂർവ്വം ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ചൈനയെയും ഉത്തര കൊറിയയും ഇറാനെയും ജനാധിപത്യമില്ല എന്ന് പറഞ്ഞ് ഇവർ വിമർശിക്കും. എന്നാൽ എന്ത് ജനാധിപത്യമാണ് ബംഗ്ലാദേശിലുള്ളത് എന്ന് ചോദിച്ചാൽ വാ പൊത്തിയിരിക്കുകയും ചെയ്യും, ഒന്നും പറയില്ല, ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിക്കും. അതാണ് ഈ അമേരിക്കയും യൂറോപ്യൻസും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവരുടെ ജനാധിപത്യ ബോധമൊക്കെ ഇരട്ടത്താപ്പ് നിറഞ്ഞതാണ്. പക്ഷേ എങ്കിലും നമുക്കറിയാം അവിടെ ജനങ്ങളാണ് സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത്, പ്രധാനമന്ത്രി ചൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ആ ഒരു പ്രോസസ്സ് ഇപ്പോൾ നടക്കുന്നില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അവരെ അവിടെ നിന്ന് ഓടിച്ചു. അവരിപ്പോൾ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ആൾ ആരോ എവിടുന്നോ കെട്ടിയിറക്കിയ ഒരാൾ മാത്രമാണ്. അയാൾക്ക് ബംഗ്ലാദേശ് രാഷ്ട്രീയമായിട്ട് എന്ത് ബന്ധമാണുള്ളത്, ഏത് പാർട്ടിയിൽ നിന്നാണ് അയാൾ വന്നത്? ഇടക്കാല സർക്കാർ എന്ന് പറഞ്ഞൊരു സർക്കാർ ഉണ്ടാക്കുന്നു, കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ഇതുപോലെ കയറിയിരിക്കുന്നു കുറേ കാലമായിട്ട്. സാധാരണ പല രാജ്യങ്ങളിലും താൽക്കാലിക രാഷ്ട്രീയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാവുമ്പോൾ ഇടക്കാല സർക്കാരുകൾ വരാറുണ്ട്. അത് വളരെ കുറച്ച് നാളത്തേക്ക് മാത്രമാണ്. ഇതിപ്പോൾ ഇടക്കാല സർക്കാർ എന്നും പറഞ്ഞൊരു സർക്കാർ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കയറി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പോൾ ഈ സാഹചര്യത്തിൽ മിലിറ്ററിക്ക് കടുത്ത അമർഷം മുഹമ്മദ് യൂനിസിന്റെ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ അയാളോട് ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർമി ചീഫായിട്ടുള്ള ജനറൽ വക്കറുസ് സമാൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ചിലപ്പോൾ ഒരു വലിയ അട്ടിമറി നടത്തി ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്.